അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ആൾക്കാരുടെ വ്യൂ ഉള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ സഹതാപത്തോടുള്ള നോട്ടം അങ്ങനത്തെ. ഇപ്പം നമ്മളൊരു സഭയൊക്കെ കയറി ചെന്നാൽ നമ്മളിപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു അവിടെ ഉള്ളവർ ഓടി വന്നിട്ട് കസാര കൂടുന്നിട്ട് നമ്മുടെ ഇടയിൽ കൂടുന്ന് വെച്ചിരിക്കുക, എന്നിട്ട് ഇരുന്നോ എന്ന് പറയുക. അങ്ങനെ ഒരു കസാര നമുക്ക് മാത്രം കൂടുന്ന് വെച്ച് എന്നിട്ട് ഇരുന്ന് പറയുമ്പോൾ നമ്മളവിടെ വേറെ ഡിഫറൻ്റായി, ഒരു ഡിസബിലിറ്റി ആയി, അവിടെ എല്ലാവരുടെ ഇടയിൽ നിന്ന് ഒരു വ്യത്യസ്തമായി. അത് ഭയങ്കര. പക്ഷെ ഒന്ന് രണ്ട് തവണ നമുക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് സമ്മതിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. നമുക്ക് ചില സന്ദർഭങ്ങളിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ വേണം, പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഒരു ആവശ്യമില്ല, അനാവശ്യമാണ്. അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്. സത്യം അത് പറയുന്നത്. എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവരോടൊന്നും ചോദിക്കണില്ല, ഒരു ആവശ്യം ചോദിക്കണില്ല. അവർ വെറുതെ ഒരു 5 സെക്കൻഡ് അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളെ സഹതാപത്തോടെ നോട്ടം നോക്കും. 5 സെക്കൻഡ് അവർ നോക്കും. പക്ഷെ ദിവസങ്ങളോട് നമ്മുടെ ഉള്ളിലേക്ക് കിടന്നിട്ട് സത്യം അതിന്റെ ആവശ്യമില്ല നമുക്ക് സമൂഹത്തോട് പറയാനുള്ളൂ. അവർ 5 സെക്കൻഡ് കൊണ്ട് അവരത് നോക്കി തീർക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ദിവസങ്ങളോളം കിടന്ന് കത്തുന്നു. അതെ, എല്ലാവരെയും ഇത് കൈ ഇങ്ങനെയാണെന്നുള്ള നോക്കിയ കൈ ഇങ്ങനെയാണ്, എല്ലാവരെയും നോക്കുന്ന പോലെ തന്നെ എന്നെ നോക്കിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ പലരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ പലതും ഭയങ്കര അഭിനയമാണ്. അതായത് എന്താ പറയാ, ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് ഉണ്ടാവുന്നത്. അത് ഭയങ്കര കഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി എത്രത്തോളം ഡിസേബിൾ ഫ്രണ്ട്ലി ആണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഡിസേബിൾ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയുന്നുണ്ട് മീഡിയയിലും പത്രത്തിലൊക്കെ. പക്ഷെ 100% ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല. അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്താ പറയാ, ട്രാൻസ്പോർട്ടേഷൻ. നമുക്കിപ്പോ ഇതികൾ പോണ ഒരു ലൈൻ ബസ്സിൽ നമുക്ക് ഓടിച്ചാടി കയറാൻ പറ്റില്ല. നിർത്തുണ്ട് നേരം പോലെ, റോഡിൽ നിർത്തുന്നുണ്ട് അവരാദ്യം. ഇല്ല, നമുക്കിപ്പോ എങ്ങനെയും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം